Hello friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എക്സൽ യൂസ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു 10 ഫോർമുലാസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഡേറ്റാബേസ് എന്ന് പറയുന്നത് കുറച്ച് സ്റ്റുഡൻസിന്റെ നെയിം എടുത്തിട്ടുണ്ട്, അവരുടെ കറസ്പോണ്ടിങ് ഹൗസസ് എടുത്തിട്ടുണ്ട്, പിന്നെ അവരുടെ സ്കോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ 10 ഫോർമുലാസ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് തന്നെ ഈ കൗണ്ട് എ എന്ന് പറഞ്ഞാൽ കൗണ്ട് ഓൾ, എല്ലാം കൗണ്ട് ചെയ്യണം. സോ നമുക്ക് എന്താണെന്ന് കാണാം. കൗണ്ട് എ എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കുക, നമുക്ക് ആവശ്യമായിട്ടുള്ള ടേബിളിൽ ഫുള്ള് സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കൗണ്ട് എ എന്ന് പറയുന്നത് കൗണ്ട് ഓൾ. അടുത്ത് വാട്ട് ഈസ് കൗണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാൻ മനസ്സിലാവും. കൗണ്ട് എന്ന് പറയുന്നത് മാത്രം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ 18 ആണ്. സോ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗണ്ട് ഓൾ എന്ന് പറയുമ്പോൾ ഈ ടെസ്റ്റ് ഫീൽഡ് എല്ലാം കൂടെ കൗണ്ട് ഓൾ അപ്ലൈ ചെയ്യും. പക്ഷെ കൗണ്ട് എന്ന് പറയുന്നത് ഓൺലി നമ്മുടെ എന്താണ് ഈ സ്കോർസ്, അതായത് നമ്പേഴ്സ് വാല്യൂ മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്പർ മാത്രം അല്ലെങ്കിൽ നമ്പർ ഡേറ്റാസ് മാത്രം കൗണ്ട് ചെയ്യാനാണെങ്കിൽ കൗണ്ട് ചെയ്യും. ഈ നമ്പർ ഓർ ടെസ്റ്റ് ബ്ലാങ്ക് അല്ലാതെ എന്ത് വേണ്ടി കൗണ്ട് ചെയ്യാനും കൗണ്ട് എ എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. അതിന്റെ ബ്ലാങ്ക് സെൽസ്. സോ നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ട് ബ്ലാങ്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ കൗണ്ട് ബ്ലാങ്ക് എടുത്തിട്ട് നമ്മുടെ ഈ കോളംസ് ഫുള്ള് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ബ്ലാങ്ക്സ് ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അത് രണ്ടും കൊണ്ട് എന്തുകൊണ്ട് 2 ബ്ലാങ്ക്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെ നെയിം മിസ്സിംഗ് ആയിരുന്നെങ്കിൽ ബ്ലാങ്ക് എന്ന് പറയുന്നത് 3 ആയിട്ട് മാറുമായിരുന്നു. അടുത്ത സം. നമുക്ക് സം കാണാനുള്ള ഫംഗ്ഷൻ സം ഫോർമുല കൊടുക്കുക. നമുക്ക് സ്കോറിന്റെ സമ്മാണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്കോറിന്റെ റേഞ്ച് സെലക്ട് ചെയ്താൽ ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ ചെയ്യും. അതുപോലെ നമുക്ക് ഈ സ്കോറിൽ ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണെന്ന് അറിയാം, അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണെന്ന് അറിയാം. സോ അതിനാണ് ഈക്വൽ ടു മാക്സ് എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. അതുപോലെ നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യാം. ഇപ്പോൾ 4.96 എന്ന് പറയുന്ന വാല്യൂ ആണ് ഹയസ്റ്റ് വരുന്നത്. ഇപ്പോൾ സപ്പോസ് ഇപ്പൊ 5 ആയിരുന്നു ഹയസ്റ്റ് എങ്കിൽ 5 എന്ന് പറയുന്നത് കാണിക്കുമായിരുന്നു. അതുപോലെ ഏറ്റവും ചെറിയ വാല്യൂ അല്ലെങ്കിൽ ലീസ്റ്റ് വാല്യൂ, മിനിമം വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ മിനിമം എന്ന് കൊടുക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള റേഞ്ച് സെലക്ട് ചെയ്യുക. ആ റേഞ്ചിനുള്ളിൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 2.0. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 0 ആയിരുന്നു എങ്കിൽ 0 ആയിരിക്കും കാണിക്കുക. ഇനി നമുക്ക് ഇത്രയും വാല്യൂയുടെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആവറേജ് കാൽക്കുലേറ്റ് ഈക്വൽ ടു ആവറേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുക. നമുക്ക് ആവശ്യമുള്ള വാല്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ആവറേജ് വാല്യൂസ് കിട്ടും. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ലുക്ക്. ഇപ്പൊ നമുക്കൊരു സ്റ്റുഡന്റിന്റെ നെയിം ഇവിടെ ഉണ്ട്. ആ സ്റ്റുഡന്റിന്റെ കറസ്പോണ്ടിങ് എത്രയാണ് സ്കോർ എന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ മാനുവലി നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ട ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ വി ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത്. ഇപ്പൊ വി ലുക്കപ്പിന്റെ ഫസ്റ്റ് റൈറ്റ് എന്ന് വെച്ചാൽ എന്ത് വാല്യൂ ആണ് നമ്മൾ ലുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ സ്റ്റുഡന്റിന്റെ നെയിം ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റുഡന്റിന്റെ നെയിം സെലക്ട് ചെയ്യാം. അടുത്ത് നമുക്ക് എവിടെ നിന്നാണ് ചെക്ക് ചെയ്യേണ്ടത്, അത് ഈ ടേബിളിൽ നിന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ വീലൊക്കെ കൊടുക്കുക മനസ്സിലാക്കുക, നമ്മളിപ്പോ ഏതൊക്കെ വാല്യൂസ് സെലക്ട്, എത്ര ടേബിൾസ് വലുതായിട്ട് സെലക്ട് ചെയ്താലും ആദ്യത്തെ കോളത്തിലുള്ളതിൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, വീലുക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന പേര് ആദ്യത്തെ കോളത്തിലേക്ക് പോയി ചെക്ക് ചെയ്യും. അപ്പോൾ സെലക്ട് ചെയ്യുക. നമ്മൾ എന്തിനാണ് 3 കോളം തിരഞ്ഞെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് സ്കോർ വരേണ്ട 3rd കോളത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ 3ാമത്തെ കോളം കൊടുക്കുക, കോമ കൊടുക്കുക, 0 കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ ചെയ്യുക. അപ്പോൾ കറസ്പോണ്ടിങ് ഇയാളുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, ഇതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സോ അപ്പൊ അയാളുടെ സ്കോർ മനസ്സിലായി. നമുക്ക് ടേബിൾ ആയിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഡെമീൽ എന്ന് പറയുന്ന ആളുടെ 4.68 തന്നെയാണ്. അടുത്ത ഈ എന്ന് പറയുന്ന 3.76 ആൻഡ് ലാസ്റ്റ് കാതലീൻ ഓക്കെ 4.90. ഇപ്പൊ സപ്പോസ് നമ്മുടെ പേരിൽ ടെറി ആണ് കിടക്കുന്നതെങ്കിൽ വിചാരിക്കാം, ടെറിയുടെ നെയിം കോപ്പി പേസ്റ്റ് ചെയ്ത് ടെറിക്ക് ഉണ്ടായിരുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ ആ സ്കോർ ഇവിടെ ഷോ. അടുത്ത കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ. കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് 2 സെല്ലിലോ അതോ മൾട്ടിപ്പിൾ സെൽസിലുള്ള ഡേറ്റ ഒരു സെല്ലിൽ കൊണ്ടുവരാൻ വേണ്ടി കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. സോ ലൈക്ക് ഈക്വൽ ടു കോൺകാറ്റിനേറ്റ് എന്ന് പറയുന്ന ഫോർമുല കൊടുക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള ടെസ്റ്റ് 1 കൊടുക്കുക. അടുത്ത ടെസ്റ്റ് 2 എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഡയറക്റ്റ് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ലാസ്റ്റ് നെയിമും സ്കോറും കൂടെ ചേർന്ന് വരും. അതിന്റെ ആവശ്യമില്ല, അവർക്ക് സ്പേസ് കൊടുക്കുക. അപ്പൊ ടെസ്റ്റ് 2 എന്ന് പറയുന്നത് ഒരു സ്പേസ് ആണ്. ആ കോഴ്സിനുള്ളിൽ നമ്മൾ സ്പേസ് കൊടുത്ത് കോമ കൊടുത്തിന് ടെസ്റ്റ് 2 കഴിഞ്ഞു. ടെസ്റ്റ് 3 ആണ് സ്കോർ. ഇത് 3 സെലക്ട് ചെയ്ത ശേഷം നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, ആ പുള്ളിക്കാരന്റെ നെയിം, ആ സ്റ്റുഡന്റിന്റെ നെയിമും സ്കോറും കൂടെ ഒരുമിച്ച് വരും. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇവിടെ ഹൈഫൺ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇതേപോലെ സ്പേസ് കൊടുത്തില്ലേ, അതിന്റെ പോലെ ഹൈഫൺ കൊടുക്കുക. ഉണ്ടോ, ഇത് താഴത്തേക്ക് നമ്മൾ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 3ലും ഈ ഫോർമുല അപ്ലൈ ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ സ്കോറിന് മുമ്പ് അല്ലെങ്കിൽ ഹൈഫണിന് മുമ്പ് 2 സ്പേസ് വേണം എങ്കിൽ അങ്ങനെ ചെയ്യാം. കണ്ടോ,
ഇത് നമുക്ക് ആവശ്യമനുസരിച്ച് നമ്മൾ കൊടുക്കാം. പക്ഷെ നമ്മൾ ഈ കൊടുക്കുന്ന വാല്യൂസ് ഒക്കെ കോഡ്സിനകത്ത് കൊടുക്കുക കോൺകാറ്റനേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ അതിനനുസരിച്ച് റിഫ്ലക്ട്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇഫ് ഫംഗ്ഷൻ. ഇഫ് ഫംഗ്ഷൻ എന്തിനാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്? ഇഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന ഇഫ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇതിപ്പോ 5 ആണ് ടോട്ടൽ എമൗണ്ട് ഓഫ് സ്കോർ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ 3ക്ക് പുറകിൽ ഉണ്ടായിരുന്നവരെല്ലാം ഫെയിൽ എടുക്കണം, അല്ലെങ്കിൽ 3 ടെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു ഇഫ് ഫംഗ്ഷൻ കൊടുക്കുക, ഫംഗ്ഷൻ ചൂസ് ചെയ്യുക. ലോജിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ സെല്ലിലെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ ആളെന്താ പാസ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഫെയിൽ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് കണ്ടീഷൻ. ഇതിൽ 3 താഴെ മാർക്കുള്ള കുട്ടികൾ എല്ലാം തോറ്റു, കൂടുതൽ മാർക്കുള്ള കുട്ടികൾ എല്ലാം എന്ത് ചെയ്തു? ജയിച്ചു. അപ്പൊ ഇത് 3 മേളിലുള്ള മാർക്കായിരുന്നു. സോ ഇത് പാസ് എന്ന് തോന്നുന്നു. താഴെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത് നോക്കൂ. അപ്പൊ ഇവിടെ കുട്ടിക്ക് അതായത് വാല്യൂ ഇല്ല, അതുകൊണ്ട് കുട്ടി ഫെയിൽ ആണ്. ലൈക്ക് വൈസ് ഇപ്പൊ ഇത് 3നെക്കാളും ചെറുതായതുകൊണ്ട് ഇത് എന്തായിട്ട് ഇത് ഫെയിൽ ആയി. ഇതൊന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രലിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇഫ് ഫംഗ്ഷൻ മനസ്സിലായല്ലോ. ഇഫ് കൗണ്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോ ഇതിലിപ്പോ 4 ഐറ്റം ഗ്രൂപ്പ്സ് ആണുള്ളത്. അതായത് ഗ്രീൻ ഹൗസസ് ഉണ്ട്, ഗ്രീൻ, റെഡ്, ബ്ലൂ, യെല്ലോ എന്ന് പറയുന്ന ഹൗസസ് ഉണ്ട്. അപ്പൊ ഈ ഗ്രീനിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് അല്ലെങ്കിൽ റെഡിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൗണ്ട് ഇഫ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈക്വൽ ടു കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചൂസ് ചെയ്യുക, റേഞ്ച് ചൂസ് ചെയ്യുക. റേഞ്ച് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൗസിന്റെ റേഞ്ച് ആണ് ചൂസ് ചെയ്യേണ്ടത്, കോമ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ്. സോ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ഗ്രീനിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 5 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു വിചാരിക്കാം. എക്സ്റ്റെൻഡ് ചെയ്ത് കണ്ടോ യെല്ലോയിൽ 3. ഇവിടെ നോക്കിയാൽ നിങ്ങൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 20 ആണ് വരേണ്ടത്. കണ്ടോ, ഇവിടെ 20 സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്തപ്പോ നമുക്ക് 18 സ്റ്റുഡൻസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്തപ്പോ ഇത്രയും സെലക്ട് ചെയ്തു. താഴെ ട്രാക്ക് ചെയ്യുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഒരു സെല്ല് താഴോട്ടായി. ഇപ്പൊ ലാസ്റ്റ് വന്നപ്പോ ഇത്രയും സെല്ല് ചൂസ് ചെയ്തിട്ടില്ല. അതെങ്ങനെ മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അറേ ലോക്ക് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കാണിച്ചാൽ ഈക്വൽ ടു കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫോർമുല കൊടുക്കുക. കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞ ഫോർമുല എടുക്കുക, റേഞ്ച് സെലക്ട് ചെയ്തു. നമുക്ക് റേഞ്ച് ഇത് മാറ്റില്ല, ലോക്ക് ചെയ്ത് വെക്കാൻ പോകും. ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് F4 ക്ലിക്ക് ചെയ്യാം. ഓക്കെ, F4 വയ്ക്കുമ്പോൾ ഡോളറിന്റെ ചിഹ്നം വരും. ദാറ്റ് മീൻസ് അത് ലോക്ക്ഡ് ആണ്. കോമ കൊടുക്കുക, ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പൊ ഗ്രീൻ എന്ന് പറയുന്നത് 5 തന്നെയാണ്. ഇനി ഇതിന് താഴോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റേഞ്ച് മാറത്തില്ല, ഇവിടെ ലോക്കായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്ത് മനസ്സിലായി? ഗ്രീൻ എന്ന് പറയുന്നതിൽ ഗ്രീൻ ഹൗസിൽ 5 സ്റ്റുഡൻസ്, റെഡിൽ 5 സ്റ്റുഡൻസ്, ബ്ലൂസിൽ ഇതുപോലെ അങ്ങനെ സ്റ്റുഡൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അടുത്ത സം ഇഫ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗ്രീനിലെ സ്റ്റുഡൻസിന് ടോട്ടൽ എത്ര സ്കോർ ഉണ്ട്, ബ്ലൂവിലെ സ്റ്റുഡൻസിന് ടോട്ടൽ എത്ര സ്കോർ ഉണ്ട് എന്നറിയാൻ വേണ്ടിയാണ് സം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെയും ഈക്വൽ ടു സം ഇഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുക. സം ഇഫില് റേഞ്ച് സെലക്ട് ചെയ്യുക. റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഹൗസിന്റെ റേഞ്ച് ആണ്. ഹൗസ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഹൗസിന്റെ റേഞ്ച് കൊടുക്കുക. കാറ്റഗറി എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. നമുക്ക് സം റേഞ്ച് എന്ന് പറയുന്നത് സ്കോറിന്റെ റേഞ്ച് ആണ്. ഓക്കെ, ഇതും കൊടുക്കുക. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ലോക്ക് ചെയ്ത് വെക്കണം. ഈ റേഞ്ച് നമുക്ക് എന്തായാലും മാറാൻ പോകുന്നില്ല. അപ്പൊ അതനുസരിച്ച് ഞാൻ എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രീനിന്റെ വാല്യൂ കിട്ടും. ഗ്രീനിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിന്റെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 12.27. താഴെ ടെസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നിലുള്ള സ്കോർസും കിട്ടും. ഇപ്പൊ യെല്ലോയ്ക്കാണ് 17.63 ഉണ്ട്. അപ്പൊ ബ്ലൂ ആണ് 18. ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് ബ്ലൂവിനായിരുന്നു. ഓക്കെ, ഇപ്പൊ സം ഇഫ് എന്ന് പറയുന്നത് ഇപ്പൊ ഗ്രീൻ ഹൗസിലുള്ള സ്റ്റുഡൻസിന്റെ മാത്രം സം കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ 5 സ്റ്റുഡൻസ് ഉണ്ട്. 5 സ്റ്റുഡൻസും കൂടെ ഇത്രയും സം ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. റെഡിന് അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, അതായത് ലാസ്റ്റ് അടുത്ത ഫോർമുലാസ്. അപ്പൊ ഇതില് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കണം. നോർമലി നമുക്കിപ്പോ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ മടിയായതുകൊണ്ട് നമുക്ക് ഇത്രയും ആൾക്കാരുടെ നെയിം വെച്ചിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, ഡേറ്റയിൽ പോവുക. ഡേറ്റയിൽ പോകുമ്പോൾ ഡേറ്റ ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിന്റെ അകത്ത് ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അലോ കൊടുക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് ലിസ്റ്റ് ആക്കുക. നമ്മൾ ലിസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുകയാണ്. അപ്പൊ ആ ലിസ്റ്റിൽ നമുക്ക് സോഴ്സ് കാണിക്കാം. സോഴ്സിന് വേണ്ടിയിട്ട് സോഴ്സ് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ നെയിംസ് ഫുള്ള് സെലക്ട് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക.
ഇപ്പൊ കണ്ടോ ഡ്രോപ്പ് ഡൗൺ വന്നുണ്ടോ? അപ്പൊ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റുഡന്റിനെ ചൂസ് ചെയ്യാൻ പറ്റും. ഇത് എവിടെയാണ് അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റും VLOOKUPഉം കൂടെ കമ്പൈൻ ചെയ്യാം. അതായത് ഈ സെല്ലാം ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്ത് ഇട്ടെന്ന് വിചാരിക്കാം. ഇനി എനിക്ക് ഇവിടെ നിന്ന് ആരെടുത്ത് കൊടുത്താലും അവരുടെ കറസ്പോണ്ടിങ് ഡേറ്റ അല്ലെങ്കിൽ സ്കോർ നമുക്ക് ഇതിന് അറിയാൻ പറ്റും. സ്റ്റുഡന്റിനാണെങ്കിൽ ഇപ്പൊ നമുക്ക് സ്റ്റുഡന്റിന്റെ നെയിം ബേസ് ചെയ്തിട്ട് നെയിം ബേസ് ചെയ്ത് നമുക്ക് ആരെ വേണമെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അനുസരിച്ചുള്ള വാല്യൂ കിട്ടും. അടുത്തത് കണ്ടീഷൻ ഫോർമാറ്റിംഗ്. ഈ കണ്ടീഷൻ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് സെല്ലിന് ഫോർമാറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടീഷൻ ഫോർമാറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് പാസും ഫെയിലും ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഇതിലെനിക്ക് ഫെയിൽ ആയിട്ടുള്ള മാത്രം എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്ത് വരണം. അതിനെന്ത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള റേഞ്ച് സെലക്ട് ചെയ്യാം. ഹോമില് കണ്ടീഷൻ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, അതിലേക്ക് പോവാം. ഇവിടെ വന്നിട്ട് നമുക്ക് ഹൈലൈറ്റ് സെൽ റൂൾസിൽ ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് സെല്ലാണ്, അതായത് നമുക്ക് ക്രൈറ്റീരിയ ആണ് കൊടുക്കാൻ പോകുന്നത്. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് ഫെയിലാണ് നമ്മുടെ ക്രൈറ്റീരിയ. അപ്പൊ ഫെയിൽ എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യണം. ഇപ്പൊ ഹൈലൈറ്റ് ചെയ്യുന്ന കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം. ലൈറ്റ് റെഡ് ഫില്ല് കൊടുക്കാം, യെല്ലോ ഫില്ല് കൊടുക്കാം, റെഡ് കൊടുക്കാം. അപ് ടു യു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫെയിൽ ആയിട്ടുള്ളവരുടെ ലിസ്റ്റ് എല്ലാം എന്തായിട്ട് മാറും, കണ്ടീഷൻ ഫോർമാറ്റിംഗിൽ അപ്ലൈ ആവും. സോ ഇപ്പൊ ഇത് നമുക്ക് ഫോർവേഡ് പെയിന്റർ എടുത്തിട്ട് താഴോട്ടും കൂടെ ഞാൻ പേസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെ കുറച്ച് സ്റ്റുഡൻസ് ആഡ് ആയിട്ടുണ്ട്. ഇവിടെ പാസ്സായ ഒന്നുമില്ല, പക്ഷെ ഫെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും എന്തായിട്ട് മാറും, ഹൈലൈറ്റഡ് ആയിട്ട് മാറും. സോ അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഫോർമുല 10th ഫോർമുല എന്ന് പറയുന്നത് ടെസ്റ്റ് കോളം. ടെസ്റ്റ് കോളം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ കുറച്ച് നെയിംസ് ഉണ്ട്. ഈ നെയിമിലുള്ള അത് നമുക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇതിൽ നമുക്ക് ഫ്ലാഷ് ഫിൽ എന്ന് പറഞ്ഞ മറ്റൊരു സംഭവം ഉണ്ട്, ഓട്ടോമാറ്റിക് AI ഉപയോഗിച്ചിട്ട് ഫ്ലാഷ് ഫില്ല് ചെയ്യാം. എന്നിട്ടാലും ഞാൻ കൺസിഡർ ചെയ്യുന്നത് നമുക്ക് ടെസ്റ്റ് കോളം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് ഉപയോഗിച്ച് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ടുള്ളത് എല്ലാത്തിനും ഓരോ സ്പേസ് ഉണ്ടല്ലോ. ഈ ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം കഴിഞ്ഞിട്ടൊരു സ്പേസ്, ലാസ്റ്റ് നെയിം കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള റേഞ്ച് എടുക്കുക, ഡേറ്റയിലേക്ക് പോവുക. ഡേറ്റയിലേക്ക് കൂടെ ടെസ്റ്റ് കോളം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡീലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എടുക്കുക, നെക്സ്റ്റ് പോവാം. നെക്സ്റ്റ് കൊടുത്ത് നമ്മളിപ്പോ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് സ്പേസ് ആണ്, സ്പേസിന്റെ ഇതിലാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒന്ന് സ്പേസ് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ അതർ ചൂസ് ചെയ്തിട്ട് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ സ്പേസ് വരും. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കാം. അപ്പൊ ഞാൻ മേളിൽ സ്പേസ് കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്ത് നമ്മൾ ഡെസ്റ്റിനേഷൻ കൊടുക്കുകയാണ്. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് നെയിം ഇവിടെയാണ് വേണ്ടത്. സോ ഇത് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് നെയിം സെലക്ട് ചെയ്യുന്നിടത്ത് മാത്രം കൊടുക്കുക, കൊടുക്കുക, ആൻഡ് ഫിനിഷ് ചെയ്യുക. സോ ദിസ് ഓൾറെഡി ഹാവ് എ ഡാറ്റ, യു വാണ്ട് ടു റീപ്ലേസ് ഇറ്റ്. സോ എന്തായിട്ട് മാറി, ഇത് റീപ്ലേസ് ആയിട്ട് മാറി. അപ്പൊ നമുക്ക് ഇതിൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ടെസ്റ്റ് കോളം. അപ്പൊ അങ്ങനെ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്കിത് വീണ്ടും എന്തായിട്ട് മാറ്റാം, ഒരു നെയിം ആയിട്ട് തന്നെ ഇങ്ങനെ മാറ്റാം. സോ ലൈക്ക് ഈക്വൽ ടു കോൺകാറ്റിനേറ്റ് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുക, ഫസ്റ്റ് നെയിം കൊടുക്കുക, സ്പേസ് കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, എൻ്റർ ചെയ്യാം. കണ്ടോ, ഇത് താഴത്തേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. സോ അപ്പൊ ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു 10 എക്സൽ ട്രിക്സ്. എക്സലിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ബേസ്ഡ് ഓൺ യുവർ ടാസ്ക് നിങ്ങൾക്ക് ഇത് വർക്ക്ഔട്ട് ചെയ്തെടുക്കേണ്ടി പറ്റും. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ അതിനുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കമന്റിൽ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. സോ ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.